അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടിങ്ക്ലിൻ വാട്ടർമെലൺ എന്ന് പറയുന്ന സീരീസാണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു കൊറിയൻ ഡ്രാമ സീരീസാണ്. 16 എപ്പിസോഡാണ് ആകെ ഇതുവരെ റിലീസായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്തിരി ഡിലേ ആയിപ്പോയി, ലേറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിതിൽ ഓരോ പാർട്ടും ഓരോ ദിവസമായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ കഥയുടെ വൺ ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹീറോയുടെ ഫാമിലിയിൽ 4 പേരുണ്ട്. അവൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ അതേപോലെ അവനൊരു അനിയനും ഉണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും ആണെങ്കിൽ സംസാരിക്കാനോ ചെവി കേൾക്കാനോ സാധിക്കത്തില്ല. അവന് മാത്രമേ സംസാരിക്കാനും ചെവി കേൾക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫാമിലിയിലാണ് നമ്മുടെ ഹീറോ ജീവിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ അവൻ്റെ അച്ഛനാണെങ്കിൽ ഇവനെ വളർത്തി വലിയൊരു ഡോക്ടറാക്കണം, പഠിപ്പിച്ച് വലിയൊരു ഡോക്ടറാക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ നമ്മുടെ ഹീറോന് അതേപോലെയല്ല, അവനൊരു മ്യൂസീഷ്യൻ ആവണം. മ്യൂസിക് ബാൻഡിലാണെങ്കിൽ അവനൊരു വലിയൊരു മ്യൂസിക് ബാൻഡിൽ ഓഫർ വരും. അങ്ങനെ അവനാണെങ്കിൽ മ്യൂസിക്കിൽ ചേരണം എന്നാണ് അവൻ്റെ ആഗ്രഹം. അങ്ങനെ ആ വലിയ മ്യൂസിക് ബാൻഡിലൊക്കെ ചേർന്ന് നല്ല സന്തോഷമായി അടിച്ചു പൊളിച്ച് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഇവൻ പഠിക്കുന്നില്ല, ഇങ്ങനെ മ്യൂസിക്കൊക്കെ കാണിച്ച് ഇങ്ങനെ അലമ്പായി നടക്കുകയാണ് എന്ന് അവൻ മനസ്സിലാക്കുക. ആ നേരം കൊണ്ട് ഇവനും ഇവൻ്റെ അച്ഛനും തമ്മിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതിനുശേഷം ഇവൻ ഈ മ്യൂസിക് ബാൻഡും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് നടക്കുകയായിരിക്കും. പെട്ടെന്നാണ് ആ സമയം കൊണ്ട് ഇവൻ 28 വർഷം പുറകിലേക്ക് പോവുക. ടൈം ട്രാവൽ ചെയ്ത് തന്നെ അങ്ങോട്ടേക്ക് പോകും. അതിനുശേഷം ഇവൻ്റെ അച്ഛനെ തന്നെ കാണുകയാണ്, ഇവൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലം കാണുകയാണ്. അപ്പോൾ സ്വന്തം ഏജിൽ തന്നെ ഉള്ള തൻ്റെ അച്ഛനെ കണ്ടിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു, എന്തൊക്കെ മാറ്റം വരുത്തുന്നു, എന്തൊക്കെ സംഭവിച്ചു അവൻ്റെ അച്ഛന് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാണ്. അങ്ങനെ പയ്യെ അവൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്തിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ പറഞ്ഞ ഒരു കഥയാണ് ട്വിങ്ക്ലിൻ വാട്ടർമെലൺ എന്ന് പറയുന്ന സീരീസ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇതേപോലുള്ള ഡ്രാമാസ്, ആനിമീസ്, അങ്ങനെ കുറേ മൂവീസും ഒക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ മുന്നേ കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഇതാണ് എൻ്റെ ഈ ചാനലിലത്തെ ആദ്യത്തെ വീഡിയോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയും ഹീറോയിൻ്റെ അനിയനും കൂടി ഒരുമിച്ച് അവിടെ നിൽക്കുന്നുണ്ട്, ഒരു കോഫി ഷോപ്പിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് കുറേ നേരം കൊണ്ട് ആ കോഫി ഷോപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ കോഫി ഷോപ്പിലത്തെ ഓണർ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കണം, എന്താ വേണ്ടത് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല, വെറുതെ ചിരിച്ച് കാണിക്കുകയാണ്. അപ്പോൾ മനസ്സിലായി ഇവർക്ക് ഭാഷ മനസ്സിലാവാഞ്ഞിട്ടാണ് ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ജപ്പാനീസ് ഭാഷയിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് സംസാരിക്കുകയാണ്. എന്നാൽ അതിനും അവർ റിപ്ലൈ ഒന്നും കൊടുക്കാതെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ അനിയൻ്റെ അടുത്ത് ഒരു ആംഗ്യ ഭാഷയിൽ സംസാരിക്കുകയാണ്. നിനക്ക് എന്താടാ വേണ്ടത് എന്നുള്ള രീതി ചോദിക്കുമ്പോൾ അവൻ്റെ അനിയനും ആംഗ്യ ഭാഷയിൽ സൈൻ ലാംഗ്വേജിൽ പറയുന്നുണ്ട്, എനിക്കൊരു കോഫിയിൽ നിറയെ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഇന്ന സാധനം വേണം എന്ന് പറയാണ്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, അതിന് ഒരുപാട് പൈസയാവും, അത് വാങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ അനിയൻ പറയുന്നുണ്ട്, എൻ്റെ കയ്യിലൊരു വൗച്ചർ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാശ് കുറച്ച് കിട്ടും, എനിക്ക് അത് തന്നെ വേണം എന്ന് പറയണം. അപ്പോൾ അവൻ അത് ശരി എന്നുള്ള രീതി പറയാണ്. അപ്പോൾ ഈ നേരം കൊണ്ട് ആ കോഫി ഷോപ്പിലത്തെ ഓണർ പറയുന്നുണ്ട്, നിങ്ങൾക്കാണെങ്കിൽ ചെവി കേൾക്കത്തില്ല, അതേപോലെ വായു കൊണ്ട് സംസാരിക്കാനും കഴിയത്തില്ല എന്ന് മനസ്സിലായി, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ള ലിപ്പ് മൂവ്മെൻറ്റ് കാണിച്ചുകൊണ്ട് പറയാണ്. ലിപ്പ് മൂവ്മെൻറ്റ് കാണിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക എന്നുള്ള രീതി പറയും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ സംസാരിക്കാൻ തുടങ്ങും, ഇതേപോലെ എനിക്ക് ഇന്ന കോഫിയിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ള രീതി പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവിടുത്തെ കോഫി ഓണർ ആണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ടി നോക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചപ്പോൾ, നിനക്ക് സംസാരിക്കാൻ അറിയോ, അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞാൽ പോലെ, എന്താടാ ഇത് എന്നുള്ള രീതിയിൽ ഒരു അന്തം വിട്ട ഭാവത്തിലാണ് ആ കോഫി ഓണർ നോക്കുന്നത്. അങ്ങനെ അവർ കോഫിയൊക്കെ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ നമ്മുടെ ഹീറോൻ്റെ അനിയൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഹെഡ്ഫോൺ ഉണ്ട്, അപ്പോൾ അതെടുത്ത് ചെവിയിൽ വെക്കാൻ വേണ്ടി പറയും. ആ നേരം കൊണ്ട് അവൻ്റെ അനിയൻ പറയുന്നുണ്ട്, എനിക്ക് ചെവി കേൾക്കത്തില്ല, പിന്നെ എന്തിനാണ് ഞാൻ ഈ ഹെഡ്ഫോൺ വെക്കേണ്ട ആവശ്യം എന്നുള്ള രീതി പറയാണ്. അപ്പോൾ അവൻ പറയും, ചെവി കേൾക്കില്ല എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ, നീ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ആരെങ്കിലും ഹോൺ അടിക്കുന്ന സമയത്ത് നിനക്ക് ചെവി കേൾക്കാത്തതുകൊണ്ട് മാറി നിൽക്കാൻ പറ്റത്തില്ല, അവർ നിന്നെ ആവശ്യമില്ലാണ്ട് ഓരോ തെറിയും വിളിച്ചിട്ട് പോകും, അങ്ങനെ വരാതിരിക്കാനാണ് ചെവിയിൽ വെക്ക് എന്നുള്ള രീതി പറയാണ്. അങ്ങനെ അവർ ഭയങ്കര മനോഹരമായ ഒരു മരമൊക്കെ കാട് പ്രദേശത്തിലൂടെ സൈക്കിൾ ചവിട്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ പേരെന്ന് പറയുന്ന ഗിയോൾ എന്നും അവൻ്റെ അനിയൻ്റെ പേര് യൻഹു എന്നാണ്. അപ്പോൾ ഈ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്ന ഇവരെ ചെറുപ്പകാലമാണ്. ചെറുപ്പകാലത്തിൽ ഇവർ സൈക്കിൾ ചവിട്ടി പോകുന്നുണ്ട്. ഇവരുടെ അച്ഛൻ്റെ അമ്മേരെ കൺസ്ട്രക്ഷൻ ഏരിയയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ അവനാണെങ്കിൽ ഒരു പച്ച ലേസർ ലൈറ്റ് അടിച്ച് കാണിക്കുന്നുണ്ട്, കാരണം ഇവർക്ക് ചെവി കേൾക്കത്തില്ലല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ നേരം കൊണ്ട് അവൻ്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, എത്ര പെട്ടെന്ന് വരാൻ പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ലേറ്റായേ, പെട്ടെന്ന് വായോ എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ അച്ഛൻ്റെ പേരെന്ന് പറയുന്നത് ചോയും അവൻ്റെ അമ്മയുടെ പേരെന്ന് പറയുന്നത് യോങ് എന്നുമാണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ അച്ഛനെ അമ്മേനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് അങ്ങനെയൊക്കെ പല കസ്റ്റമേഴ്സിനെ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ ഈ ഹാർഡ് വർക്ക് കണ്ടിട്ട് അവിടെ വരുന്ന കുറേ ആളുകളുണ്ടാവും. അവരാണെങ്കിൽ അവൻ്റെ അടുത്ത് ഈ കാശ് വെച്ച മോനെ എന്ന് പറഞ്ഞു കൊടുക്കും. അവനാണെങ്കിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നുണ്ടെങ്കിലും അവനും കാശ് കൊടുത്തിട്ട് പോവുകയാണ്.
അപ്പോൾ ഈ നേരം കൊണ്ടാണ് അങ്ങോട്ടേക്ക് സാധനങ്ങളും കൊണ്ട് ഒരു മനുഷ്യൻ വരുന്നത്. അപ്പോൾ ഇത് നല്ല സാധനമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മ പോകും. അവിടെ പച്ചക്കറി സാധനങ്ങൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ അതൊക്കെ കെട്ട സാധനങ്ങളാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ കെട്ട സാധനങ്ങൾ തരുന്നത് എന്നുള്ള രീതിയിൽ അവൻ്റെ അമ്മ ആംഗ്യ ഭാഷയിൽ കുറേ കാര്യങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ഹീറോയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മളും ബാക്കിയുള്ള ആളുകളെ പോലെ കാശ് തന്നെയല്ലേ തരുന്നത്, അപ്പോൾ അവർക്കെല്ലാം നല്ല സാധനങ്ങൾ കൊടുത്തിട്ട് നമുക്ക് മാത്രം എന്താ കെട്ട സാധനങ്ങൾ തരുന്നത്, നമ്മൾ സംസാരിക്കത്തില്ല, ചെവി കേൾക്കത്തില്ല, അതുകൊണ്ടല്ലേ എല്ലാവരും എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ അവൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം അവൻ ആ മനുഷ്യന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അവൻ എക്സ്ട്രാ വിറ്റായിട്ട് പറയുന്നുണ്ട്, ഇനി ഇമാതിരി സാധനങ്ങളൊന്നും കൊണ്ടുവന്നു പോരുത്, കൊണ്ടുവന്നാൽ കയ്യും കാലും തല്ലി പിടിക്കും എന്നുള്ള രീതി പറയുകയാണ്. അപ്പോൾ ഇത് പറയുന്നത് കേട്ടിട്ട് ആ പച്ചക്കറിക്കാരൻ പറയുന്നുണ്ട്, ഇത് നിൻ്റെ അമ്മ പറഞ്ഞല്ലോ, നീ പറയുന്നതല്ലേ, അപ്പോൾ അല്ല ഇത് അമ്മ പറഞ്ഞ എന്നുള്ള രീതിയിൽ അവൻ പറയാണ്. ഇതൊരു എക്സ്ട്രാ വിറ്റായിട്ട് അവൻ പറയുന്നത്. അങ്ങനെ അവനാണെങ്കിൽ അവൻ്റെ ഫാമിലിയും കൂടിയിട്ട് ഒരു സ്ഥലത്ത് പോയി കിടന്നുറങ്ങുന്നുണ്ട്. അവന് സ്വന്തം എന്ന് പറയാൻ വീടൊന്നുമില്ല, ഒരു കണ്ടെയ്നറിനെ വീടാക്കി മാറ്റിയിട്ട് അവിടെയാണ് ഇവരെല്ലാവരും കൂടി കിടന്നുറങ്ങുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മുടെ ഗിയോളിന് ഉറക്കം വരത്തില്ല. ഒരു മഞ്ഞ് വീഴുന്ന സൗണ്ട് കേട്ടിട്ട് അവൻ പുറത്ത് പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, മഞ്ഞ് വീഴുന്നത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ നേരം കൊണ്ട് അവൻ്റെ അമ്മയായിട്ടുള്ള യോങ് ആണെങ്കിൽ അടുത്തേക്ക് വരും. അപ്പോൾ എന്തുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്, ഉറങ്ങുന്നില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ മഞ്ഞ് വീഴുന്ന സൗണ്ട് കേട്ടിട്ടാണ് വന്നേ എന്ന് പറയും. അപ്പോൾ മഞ്ഞ് വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമോ, അതൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ പറയാണ്. അതേപോലെ അവൻ്റെ അച്ഛനും അവൻ്റെ ഒപ്പം വന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ ഇവരാലോചിക്കുകയാണ്, എന്തായാലും മഞ്ഞ് വീടല്ലേ, ഇന്ന് ഉറങ്ങാൻ പോകുന്നില്ല, അതുകൊണ്ട് നമുക്ക് മഞ്ഞത്തൊന്ന് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇവർ അടിപൊളിയായി ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഗിയോള് അവൻ്റെ അനിയനായിട്ടുള്ള യെൻഹു ആണെങ്കിൽ അവിടെ ഒരു കൺസ്ട്രക്ഷൻ ഏരിയയുടെ അടിയിൽ, കമ്പി ഇരിക്കുന്നതിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നട്ട് ലൂസായിട്ട് അത് ഏത് നിമിഷം അവൻ്റെ തലയിൽ വന്ന് വീഴും. അപ്പോൾ നമ്മുടെ ജിയോള് അവൻ്റെ അനിയനെ വിളിക്കുന്നുണ്ട്, യെൻഹു നീ അവിടെ നിന്ന് മാറി എന്ന് പറഞ്ഞ് വിളിച്ച് ഓടി വരുന്ന സമയത്ത് അവൻ താഴേക്ക് വീഴും. അതിൻ്റെ കൂടെ അവൻ്റെ അനിയന് ചെവി കേൾക്കത്തില്ലല്ലോ. അവനാണെങ്കിൽ അവൻ്റെ അച്ഛനും അമ്മയും വിളിക്കും, അച്ഛൻ അമ്മയും അവൻ്റെ മേലെത്തി ഇപ്പോൾ കമ്പി വീഴും എന്നുള്ള രീതിയിലൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവരും കേൾക്കുന്നില്ല. അപ്പോൾ ഈ നേരം കൊണ്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ലേസർ ലൈറ്റ് വെച്ചിട്ട് അടിച്ച് കാണിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറയാണ് ഇതേപോലെ അവൻ്റെ തലയിൽ ഇപ്പോൾ കമ്പി വീഴും എന്നുള്ള രീതി പറയണം. ഈ നേരം കൊണ്ട് ആ കമ്പിയാണെങ്കിൽ അവൻ്റെ തലയിലേക്ക് വീഴാൻ പോവുകയാണ്. ഇവൻ്റെ അച്ഛൻ ഓടി ചെന്ന് അവനെ രക്ഷിക്കും. അങ്ങനെ ജസ്റ്റ് മിസ്സിൽ അവർ രക്ഷപ്പെടും. അതിനുശേഷം അവൻ്റെ അച്ഛനാണെങ്കിൽ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്, എന്തിനാണ് നീ ആ കൺസ്ട്രക്ഷൻ ഏരിയയിൽ പോയി നിന്ന്, അവിടെ പോയി നിൽക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നുള്ള രീതിയിൽ പറയും. അങ്ങനെ നമ്മുടെ ഗിയോളാണെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ ആപത്തിൽ പെട്ടു, അങ്ങനെയാണെങ്കിൽ ആദ്യം ആരെയായിരിക്കും രക്ഷപ്പെടുത്തുക എന്നുള്ള രീതി ചോദിക്കും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവൻ്റെ അച്ഛൻ വിചാരിക്കുകയാണ്, ഇവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ. അതിനുശേഷം എന്തോ ഒരു മറുപടി തന്നെ അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അതെന്താണെന്ന് നമ്മുടെ അടുത്ത് കാണിക്കുന്നില്ല. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണെങ്കിൽ ആ കണ്ടെയ്നറിൽ നിന്ന് വേറെ വീട്ടിലേക്ക് പോയാണ്. ഇത്രയും കാലം കണ്ടെയ്നറിൽ കിടന്ന ഇവർക്കാണെങ്കിൽ വേറെ വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ ഇവർ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെക്കുകയാണ്, നല്ല അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോയി അവിടെ നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് നമ്മൾ, മേലെയാണോ താഴെയാണോ എന്നുള്ള രീതി ചോദിക്കുകയാണ്. അപ്പോൾ ഈ നേരം കൊണ്ട് അവൻ്റെ അച്ഛൻ പറയും, മേലെയല്ല താഴെയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇവർ വിഷമാവും. പക്ഷേ എന്നാലും ഇവർക്ക് സന്തോഷമാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം കണ്ടെയ്നറിൽ കിടന്ന ഇവർക്ക് ഒരു സ്വന്തം എന്ന് പറയാൻ ഒരു വീട് മാതിരി ഒരു വീട്ടിൽ കിടക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ ഈ നേരം കൊണ്ടാണ് അങ്ങോട്ടേക്ക് കുറേ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഒരു ലേഡി വരുന്ന, ഒരു സ്ത്രീ വരുന്ന. അവരാണെങ്കിൽ ഈ ഹൗസ് ഓണറാണ്, ഈ വീടിൻ്റെ ഹൗസ് ഓണറാണ്. അപ്പോൾ അവർ മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇന്ന പോലെ ഞാൻ ഈ വീട് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സന്തോഷമായത് കാരണം ഈ ഊമ്മയാണല്ലോ നിങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, ചെവി കേൾക്കത്തില്ല, അപ്പോൾ വലിയ ശല്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതി മോശമായിട്ട് കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഗിയോളുടെ മുഖത്തേക്ക് അവൻ്റെ അമ്മയും അച്ഛനും നോക്കും, എന്താണ് അവർ പറഞ്ഞത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഗിയോളാണെങ്കിൽ പറയും, പെട്ടെന്ന് സാധനങ്ങൾ എടുത്തു വയ്ക്കാനാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ കള്ളം പറഞ്ഞിട്ട് അവർ സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഈ നേരം കൊണ്ട് ഗിയോളാണെങ്കിൽ ഒരുപാട് അവാർഡ്സും കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. അവൻ്റെ ആ ചെറുപ്പകാലത്തിൽ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം ആ ലേഡി ആണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ നന്നായി പഠിക്കുന്ന ഒരു ചെക്കനാ എന്നുള്ളത് ഇവർ മനസ്സിലാക്കുക. അങ്ങനെ ഇവരാണെങ്കിൽ ആ വീട് നല്ല രീതിയിൽ മനോഹരമായി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അവിടെയാണെങ്കിൽ ഒരുപാട് എമർജൻസി ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർക്ക് സൗണ്ടൊന്നും കേൾക്കത്തില്ലല്ലോ. അപ്പോൾ ആ എമർജൻസി ലൈറ്റ് വെച്ചിട്ടാണ് ഇവർ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇവൻ്റെ അച്ഛനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയും, നീ ആണെങ്കിൽ പെട്ടെന്ന് സ്കൂളും ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം, കാരണം അനിയനാണെങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം ഞാനാണെങ്കിൽ രാത്രി ഫുഡൊക്കെ കൊണ്ടുവരും, നമുക്ക് രാത്രി ഇരുന്ന് ഒരുമിച്ച് കഴിക്കാം, അതേപോലെ അനിയനെ നല്ല രീതിയിൽ നോക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതിനൊക്കെ അവൻ ശരി എന്നുള്ള രീതി പറയുന്നുണ്ട്. ഈ നേരം കൊണ്ടാണ് അവിടെ ഒരു കോണിംഗ് ബെല്ല് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലൈറ്റൊക്കെ മിന്നി കത്താൻ തുടങ്ങും. അപ്പോൾ ആരാടാ ഈ സമയത്ത് എന്നുള്ള രീതിയിൽ ഇവർ കതവ് തുറന്ന് നോക്കുമ്പോഴാണ് ആ വീടിൻ്റെ ഓണറിൻ്റെ മകനായിരിക്കും അത്. അപ്പോൾ എന്നിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇവരുടെ സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട്, നിങ്ങളിപ്പോഴാണ്
പുതിയതായി വന്ന ആളുകളല്ലേ, അപ്പോൾ നിങ്ങളെ പരിചയപ്പെടണം എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നത്, നിങ്ങൾക്കൊരു നമസ്കാരം പറയാം എന്നുള്ള രീതിയിലൊക്കെ പറയാണ്. അതിനുശേഷം പറയുന്നുണ്ട് എനിക്ക് ജിയോളുടെ ഒപ്പം കളിക്കാൻ വേണ്ടി ഞാൻ അവനെയും കൊണ്ട് പുറത്തേക്ക് പോട്ടെ എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ഈ നേരം കൊണ്ട് ജിയോളാണെങ്കിൽ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അനിയനെയും കൊണ്ട് വന്നോട്ടെ എന്ന് പറയും. അപ്പോൾ ഈ സമയത്ത് അവനാണെങ്കിൽ മെസ്സേജ് പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് കൂട്ടുകൂടിയാൽ മതി എന്ന് മാത്രം അമ്മ പറഞ്ഞിട്ടുള്ള എന്ന് മെസ്സേജ് അയക്കും. അപ്പോൾ ഇത് കേട്ടാൽ അവർക്ക് എന്തെങ്കിലും മോശമായിട്ട് വിചാരിക്കുമോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും വിചാരിക്കുമോ എന്ന് പറഞ്ഞ് അത് ഇറേസ് ആക്കിയതിന് ശേഷം കുഴപ്പമില്ല നിങ്ങൾ വന്നോ എന്നുള്ള രീതിയിൽ പറയും. അങ്ങനെ ആ പയ്യനും ഇവരുടെ ഫ്രണ്ട്സും അതേപോലെ ജിയോളും അവൻ്റെ അനിയനൊക്കെ കൂടിയിട്ട് ആ സൈക്കിൾ ചവിട്ടിയിട്ട് ഒരു വഴി കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു മ്യൂസിക് സെൻറ്റർ സ്ഥലം കാണാം, ഒരു മ്യൂസിക് കാണാം. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഇവർ പേടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇവിടെ ഒരു വയസ്സായ ആളുണ്ട്, ആ വയസ്സായ കിളവനാണെങ്കിൽ ഈ പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ കടിച്ച് തിന്നും എന്നുള്ള രീതി പറയാണ്. അതേപോലെ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ കാണാതിരിക്കുന്ന നല്ലത് എന്ന് പറയും. ഈ നേരം കൊണ്ട് അങ്ങേര് പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഇത് കണ്ട നേരം കൊണ്ട് ആ പിള്ളേരാണെങ്കിൽ അവിടെ നിന്ന് പേടിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഈ നേരം കൊണ്ട് നമ്മുടെ ഗിയോള് ആലോചിക്കുകയാണ്, എന്തിനാ ഇങ്ങേരെ കണ്ടിട്ട് പേടിച്ചു ഓടുന്നത് എന്നുള്ള രീതിയിൽ ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ ഈ മ്യൂസിക് സെൻറ്റർ ആലോചിച്ച് വെച്ചോ, നമുക്ക് ഈ കടയിൽ ഉടനീളം ആവശ്യമുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇവരെല്ലാവരും കൂടിയിട്ടാണെങ്കിൽ ഒരു പ്ലേ സ്റ്റേഷൻ ഗെയിം കളിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നേരം കൊണ്ട് ഗിയോളുടെ അമ്മയും അച്ഛനും കൂടിയാണെങ്കിൽ ഫോൺ വിളിക്കുക ചെയ്യും. അതിനുശേഷം പറയും, നിൻ്റെ അനിയനാണെങ്കിൽ ഒറ്റയ്ക്കാണുള്ളത്, അവൻ നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ കുറച്ച് നേരം മാത്രം കളിക്കാൻ പോയിട്ട് വന്നാൽ മതി, ഇവിടെ അനിയൻ ഒറ്റയ്ക്കല്ലേ എന്നുള്ള രീതി പറയും. അപ്പോൾ ഈ നേരം കൊണ്ട് ഞാൻ ഇപ്പോൾ വന്നുള്ളൂ എന്നുള്ള രീതി പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നേരം കൊണ്ട് അവനാണെങ്കിൽ പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിൽ നമ്മൾ ലൂസാവും എന്നുള്ള രീതി പറയാണ്. അപ്പോൾ ഈ നേരം കൊണ്ട് ആ പയ്യൻ പറയുന്നുണ്ട്, ഹൗസ് ഓണറിൻ്റെ ആ പയ്യൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മ പറഞ്ഞു ഇവൻ്റെ അടുത്ത് കൂട്ടുകൂടിയാൽ മതി, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നന്നായി പഠിക്കും, അപ്പോൾ അതുകൊണ്ടാണ് നീ നോക്കിയിരുന്നോ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്, ഇതൊക്കെ ഇന്ന് 2 ദിവസത്തേക്ക് മാത്രം, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളെ മനസ്സിലാക്കിയോ എന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം ക്ലാസ്സിലാണെങ്കിൽ അവിടുത്തെ ടീച്ചർ, അവൻ്റെ ക്ലാസ് ടീച്ചറാണെങ്കിൽ പറയും, എടാ ഗിയോളെ നീ ഒരു തവണയെങ്കിലും ഏതെങ്കിലും ഒരു ആൻസർ നീ തെറ്റിച്ച് എഴുത്, കാരണം നീ എപ്പോഴും ഫുൾ മാർക്ക് വാങ്ങുന്നുണ്ട് എന്നുള്ള രീതി പറയാണ്, തമാശ രീതിയിൽ പറയാണ്. ഈ നേരം കൊണ്ട് മറ്റേ ഹൗസ് ഓണറിൻ്റെ ആ പയ്യനുണ്ടല്ലോ, ആ പയ്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ അറ്റ്ലീസ്റ്റ് ഒരു ഉത്തരമെങ്കിലും നന്നാക്കി മര്യാദയ്ക്ക് എഴുത്, എല്ലാത്തിലും നീ 0 വാങ്ങിച്ച് നടക്കുക എന്നുള്ള രീതി പറയുമ്പോൾ അവിടുത്തെ പിള്ളേരൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇവന് അപമാനപ്പെട്ട രീതിയിൽ തന്നെ ഫീൽ ചെയ്യാണ്. അങ്ങനെ അന്നത്തെ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വീട്ടിൽ പോകാൻ നിൽക്കുന്ന നേരം കൊണ്ട് ആ ഹൗസ് ഓണർ പയ്യൻ്റെ ഫ്രണ്ട്സ് പറയും, ഇന്നത്തെ ദിവസം നമ്മുടെ അടുത്ത് വന്ന് അടി ഉണ്ടാക്കാൻ നോക്കിയ ആ പയ്യനുണ്ടല്ലോ, നമുക്ക് അവനെ പോയി ഇടിക്കാം, നീ വായോ എന്ന് പറയണം. അപ്പോൾ ഈ നേരം കൊണ്ട് അവൻ്റെ ബാഗ് ഊരിയിട്ട് ഗിയോളുടെ കൊടുത്തിട്ട് അവൻ പോകാൻ നിൽക്കുന്ന നേരം കൊണ്ട്, നീ എങ്ങോട്ടാണ് പോകുന്നത്, നാളത്തെ ദിവസം എക്സാമാണ്, അതുകൊണ്ട് എക്സാം എഴുതുന്നില്ലേ എന്നുള്ള രീതിയിൽ പറയും. അതിന് ഞാൻ വേറെ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്, നാളത്തെ എക്സാം പേപ്പറിൽ നീ എൻ്റെ പേര് എഴുതണം, ഞാൻ നിൻ്റെ പേര് എഴുതും എന്ന് പറയണം. അപ്പോൾ ഈ നേരം കൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ എന്തിനാ അത് ചെയ്യണം, എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയണം. നിനക്കത് ചെയ്തേ പറ്റൂ, കാരണം നീ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും നിന്നെ പുറത്താക്കാതിരിക്കണമെങ്കിൽ നീ അത് മര്യാദയ്ക്ക് ചെയ്തോ എന്നുള്ള രീതിയിൽ ബ്ലാക്ക് മെയിൽ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ ക്ലാസ്സിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നേരം കൊണ്ട് ആ ഹൗസ് ഓണർ പയ്യനാണെങ്കിൽ ഇവൻ്റെ പേര് അവൻ്റെ പേപ്പറിൽ എഴുതിയിരിക്കും, ഗിയോൾ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എഴുതടാ എൻ്റെ പേര് എഴുതടാ എന്നുള്ള രീതിയിൽ കാലുകൊണ്ട് ചവിട്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗിയോൾ ആലോചിക്കുകയാണ്, അവൻ്റെ അച്ഛനാണെങ്കിൽ ഇവൻ നന്നായി പഠിക്കണം എന്ന് ആഗ്രഹം, ഞാൻ ഈ എക്സാമിൽ ഫെയിലായി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഞാൻ എൻ്റെ അച്ഛനെ കൊടുത്ത വാക്ക് തെറ്റിച്ച പോലെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവൻ്റെ പേര് തന്നെ ആ എക്സാം പേപ്പറിൽ എഴുതും. അങ്ങനെ എക്സാം കഴിഞ്ഞതിന് ശേഷം ആ പയ്യനും അവൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഇവനെ അടിക്കാൻ തുടങ്ങും. അതേപോലെ ഇവൻ്റെ ദേഹത്താണെങ്കിൽ ഒരുപാട് വെള്ളമൊക്കെ വാരി കോരി വീഴ്ത്തും. അതിനുശേഷം പറയുന്നുണ്ട്, ഞാൻ എത്ര തവണ പറഞ്ഞുകൂടാ, ഞാൻ പറയുന്നതിനൊരു വിലയും മര്യാദയും ഇല്ല അല്ലേ, ഞാൻ കുറേ തവണ പറഞ്ഞല്ലേ നിൻ്റെ അടുത്ത് എൻ്റെ പേര് എഴുതാൻ, എന്നിട്ട് നീ അത് എഴുതിയില്ല അല്ലേ എന്നുള്ള രീതി പറയും. അങ്ങനെ ഇവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവൻ്റെ അടുത്ത് പറയും, നീ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഗിയോളും പറയും, ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും എന്ന് പറയാണ്. അപ്പോൾ ഈ നേരം കൊണ്ട് നേരെ ആ പയ്യൻ ഇവൻ്റെ അടുത്ത് വന്നിട്ട് കഴുത്തിന് കുത്തി പിടിച്ചിട്ട് പറയുകയാണ്, എന്തായാലും നീ ഇതൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, നീയും നിൻ്റെ ഫാമിലി എങ്ങനെ ഇവിടെ ജീവിക്കുന്നതെന്ന് ഞാൻ കാണണം, ഞാൻ ജീവനോടെ നിങ്ങളൊക്കെ കത്തിച്ച് കളയും എന്നുള്ള രീതിയിൽ സംസാരിക്കും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും ഒരു പിടുത്തം ഇല്ലാണ്ട് അന്തം വിട്ട് തന്നെ അവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൻ പോകുന്ന വഴിയിൽ നല്ല വിഷമിച്ചായിരിക്കും പോവുക. അപ്പോൾ പോകുമ്പോൾ ആ കണ്ട ഗിറ്റാർ മ്യൂസിക് ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ ഇരുന്നിട്ട് അവിടെ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് അവൻ ആ പാട്ട് കേട്ട് ഫീലായിട്ട് അവൻ അവിടെ ഇരുന്ന് കരയാണ്. അപ്പോൾ ഈ കരച്ചിലൊക്കെ കേട്ടിട്ട് അകത്തുള്ള ആ വയസ്സായ ആ അങ്കിളുണ്ടല്ലോ ഇറങ്ങി വന്നതിന് ശേഷം ഇവന് ടവല് കൊടുക്കും. എന്താണ് നീ ഇങ്ങനെ ഇരിക്കുന്നത്, നീ ഇങ്ങനെ കരയൊന്നും വേണ്ട, ഇത് വെച്ച് തലയിൽ തോന്നാൻ നോക്ക്, പിന്നെ നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായാലും നിൻ്റെ വീട്ടുകാർ ചോദിക്കും എന്താ പറ്റിയ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും, അതുകൊണ്ട് നീ ഇത് കരയൊന്നും വേണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവൻ വിചാരിക്കണം ആ പിള്ളേർ ഇവരെക്കുറിച്ച് മോശമായ രീതിയിലാണ് പറഞ്ഞത്, പക്ഷേ ഇവന് കേട്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അതിനുശേഷം അങ്ങേര് പറയുകയും ചെയ്യുക, ആ പിള്ളേർ നിൻ്റെ അടുത്ത് എന്നെക്കുറിച്ച് മോശമായി പറഞ്ഞതെന്ന് എനിക്കറിയാം, അവരല്ലെങ്കിലും അങ്ങനെ പറയാം എന്നുള്ള
രീതിയിൽ പറയാണ്. അതിനുശേഷം നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഒരു ചോക്ലേറ്റ് കോഫി തരാം എന്ന് പറയും. അപ്പോൾ ഈ നേരം കൊണ്ട് അവൻ അതിനകത്തേക്ക് കയറി പോകും. അകത്ത് കയറി പോകുമ്പോൾ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു കൊട്ടാരം, സാമ്രാജ്യം തന്നെ. അവിടെ ഫുള്ള് ഇൻസ്ട്രുമെൻറ്റ്, ഇവൻ ഇന്നേ വരെ കാണാത്ത ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാതും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ വയസ്സായ ആളാണെങ്കിലേ പറയും, അവരെന്നെക്കുറിച്ച് ഞാൻ പ്രേതം പിടിക്കുന്ന ആളാ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള വ്യക്തിയൊന്നുമല്ല ഞാനിത്, നിനക്കിത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. അങ്ങനെ ആ മനുഷ്യനാണെങ്കിൽ റിപ്പയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ സാധനങ്ങൾ റിപ്പയർ ചെയ്യുകയാണ്. എന്നിട്ട് അയാളാണെങ്കിൽ ചോദിക്കും, നീ എന്തുകൊണ്ട് അവിടെ ഇരുന്ന് കരഞ്ഞ എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ അവൻ പറയാണ്, ഇവിടെ നിന്ന് ഒരു ഫീലായിട്ടുള്ള പാട്ട് കേട്ടു, അപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് വിഷമമായിട്ടിരുന്ന് കരഞ്ഞു എന്നുള്ള രീതിയിൽ പറയും. അതിനുശേഷം പറയും, ആ പിള്ളേർ റൗഡി പിള്ളേരാണ്, അവരുടെ ഒപ്പം കൂട്ടുകൂടുകയൊന്നും വേണ്ട, അവരൊപ്പം കൂട്ടുകൂടിയത് കൊണ്ടാണല്ലോ നിനക്ക് ഇങ്ങനെ ഉണ്ടായത് എന്നുള്ള രീതിയിൽ പറയും. അതിനുശേഷം ആ ഗിറ്റാറിൻ്റെ ഓണർ ആണെങ്കിൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, നീ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയണം എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ഈ നേരം കൊണ്ട് അവൻ പറയും, ഞാൻ പറയത്തില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ സംസാരിക്കാൻ അറിയത്തില്ല, ചെവിയും കേൾക്കത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും ആ ഓണറിൻ്റെ അടുത്ത് പോയി അടിയുണ്ടാക്കും. അപ്പോൾ നാട്ടുകാരൊക്കെ വന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയാണ് ഇങ്ങനെ കാണിച്ചത്, അവരാണ് അലമ്പ് കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് അവരായിരിക്കും പിടിച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അപമാനമായിട്ടൊന്നും ഫീൽ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഈ കാര്യം പറയുന്നില്ല എന്നുള്ള രീതിയിൽ പറയണേ. ഇതൊക്കെ കേട്ടിട്ട് ആ ഗിറ്റാർ ഓണറാണെങ്കിലേ വിചാരിക്കുകയാണ്, ഈ പ്രായത്തിൽ തന്നെ അവൻ മെച്യൂറായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അവൻ എല്ലാ കാര്യത്തിനും ചെയ്തു തന്നതിന് നന്ദിയുണ്ട് അങ്കിള് എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തിറങ്ങി പോകാൻ നിൽക്കുകയാണ്. ഈ നേരം കൊണ്ട് അങ്ങേര് പറയാണ്, നിനക്ക് ഗിറ്റാർ പ്ലേ ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട സമയത്ത് ഇവനാണെങ്കിൽ ഇതൊക്കെ വീട്ടിൽ പോയിരുന്ന് നോക്കുന്നുണ്ട്, എങ്ങനെ ഗിറ്റാർ പിടിക്കുക, എങ്ങനെ ഗിറ്റാർ പ്ലേ ചെയ്യുക എന്നൊക്കെ അവൻ ആ വീട്ടിൽ പോയിരുന്ന് അതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവൻ ക്ലാസ്സിൽ വരുമ്പോൾ ആ പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഇവനെ ഉപദ്രവിക്കുന്നുണ്ട്, ഇടയ്ക്കൊന്ന് കാലിട്ട് വീഴ്ത്തി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിനൊന്നും തിരിച്ച് മറുപടിയൊന്നും പറയാണ്ട് അവൻ നേരെ എന്നും വൈകുന്നേരം സ്കൂൾ വിട്ടതിന് ശേഷം ആ ഗിറ്റാർ ഷോപ്പിലേക്ക് പോകും. എന്നിട്ട് അവിടെയാണെങ്കിൽ ഇരുന്നിട്ട് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഗിറ്റാർ ഷോപ്പിലത്തെ ഓണർ ആണെങ്കിൽ പറയും, ഇന്ന പോലെ നീ പ്ലേ ചെയ്യുമെന്ന് കാണിക്കുമ്പോൾ അവൻ വല്ലാത്ത രീതിയിൽ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ ഈ സമയത്ത് ആ ഗിറ്റാർ ഷോപ്പിൻ്റെ ഓണർ പറയുകയാണ്, ഇന്ന പോലെ നീ പ്ലേ ചെയ്യുകയാണെങ്കിൽ അതിനാണെങ്കിൽ ഓരോ ഫീലിങ്സ് ഉണ്ട്, ദേഷ്യം വന്നാൽ ദേഷ്യം കാണിക്കും, അതേപോലെ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി കാണിക്കും, അങ്ങനെ നമ്മൾ പ്ലേ ചെയ്യുന്നതിനനുസരിച്ച് അങ്ങനെ കാണിക്കും. അതേപോലെ നമ്മുടെ ഇമോഷൻസ് നമ്മൾ അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കണം. നമ്മളിപ്പോൾ ഹാപ്പി ആണെങ്കിൽ ആ ഹാപ്പിനെസ്സിൽ തന്നെ പ്ലേ ചെയ്യണം. അങ്ങനെ ഓരോ ഇമോഷൻസിൽ നീ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് പറയും. അപ്പോൾ അങ്ങനെ പ്ലേ ചെയ്ത് ഓരോ ഇമോഷൻസിൽ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇവനാണെങ്കിൽ കണ്ണ് തള്ളിപ്പോവും, എന്ത് അടിപൊളിയാണ്, എനിക്കും ഇതേപോലെ പഠിക്കണം എന്നൊക്കെ അവൻ ആശിച്ചിരിക്കുകയാണ്. ഈ നേരം കൊണ്ട് ആ ഗിറ്റാർ ഷോപ്പിൻ്റെ ഓണർ പറയാണ്, നീ എന്നെപ്പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പ്ലേ ചെയ്യാൻ പഠിക്കണം, എന്നേക്കാൾ നന്നായി പഠിക്കണം എന്ന് പറയണം. അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് അവൻ പുറത്തേക്ക് പോകുന്ന സമയം കൊണ്ട് ഇവനാണെങ്കിൽ ആ ഓണറിൻ്റെ വീട്ടിലേക്ക് ഓടിച്ചില്ല. അതിനുശേഷം അവൻ അവിടെ കതക് കൊട്ടുകയാണ്. അപ്പോൾ ആ അമ്മച്ചി വന്ന് കതക് തുറക്കുകയും ചെയ്യും. അതിനുശേഷം എന്ത് വേണം എന്നുള്ള രീതി ചോദിക്കുമ്പോൾ അവൻ പറയും, അതേ ഒരു ലോ ഉണ്ട്, ആ ലോനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ ആ അമ്മച്ചി വിചാരിക്കുന്നുണ്ട്, എന്ത് ലോയാടാ ഇവൻ വന്നിട്ട് ലോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണ്. എന്താ ലോ എന്നുള്ള രീതി ചോദിക്കുമ്പോൾ അവൻ പറയും, ഞങ്ങളുടെ ഈ വാടക ഞങ്ങൾ തരുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് 1 വർഷത്തേക്ക് എഗ്രിമെൻറ്റ് തന്നിട്ടുണ്ട്, ആ എഗ്രിമെൻറ്റ് തീരുന്നതിന് മുന്നേ ഞങ്ങളെ പുറത്തേക്ക് ആക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കേസ് കാരണം നിങ്ങൾ തന്നെ ആയിരിക്കും ഉള്ളിലേക്ക് പോവുക എന്ന് ആലോചിക്കുകയാണ് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ് ആ സ്ത്രീ, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, എന്തിനാ ഇവ ഇങ്ങനെ വന്ന് പറയുന്നത് എന്നുള്ള രീതി അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആ പയ്യൻ, അപ്പോൾ അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ജയിലിൽ പോയി ഉണ്ട തിന്നേണ്ടി വരും അല്ലേ എന്നുള്ള രീതിയിൽ വായും പൊളന്ന് നോക്കിയിരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ഗിയോൾ അവിടെ നിന്ന് പോകും. അങ്ങനെ നമ്മുടെ ഗിയോൾ എല്ലാ ദിവസവും ആ മ്യൂസിക് സെൻറ്ററിൽ പോയിട്ട് ആ മ്യൂസിക് കടയിൽ പോയിട്ട് അവൻ ഇങ്ങനെ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ദിവസവും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ നേരം കൊണ്ട് അവനാണെങ്കിൽ ക്ലാസ്സിലാണെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിക്കാണ്ട് ക്ലാസ്സിലൊരു സ്കെയിൽ വെച്ചിട്ട് അവിടെ അവൻ ഗിറ്റാറായിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നേരം കൊണ്ട് ആ മ്യൂസിക്കിൻ്റെ ഓണർ ചോദിക്കുക, ആ മ്യൂസിക് കടയത്തെ ഓണർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നീ ഈ മ്യൂസിക്കിൻ്റെ കാര്യം നിൻ്റെ വീട്ടുകാരിൽ നിന്ന് മറിക്കുന്നു, അവർക്ക് ചെവി കേൾക്കാത്തതുകൊണ്ടാണോ എന്നുള്ള രീതി ചോദിക്കുക. അപ്പോൾ പറയാം, അവർക്ക് ചെവി കേൾക്കാത്തതുകൊണ്ടല്ല, അവർക്ക് ഈ കാര്യം പ്ലേ ചെയ്യാൻ സാധിക്കില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മറച്ചു വെക്കുന്നത് എന്ന് അവൻ പറയാണ്. അതേപോലെ രാത്രി അവൻ കിടന്നുറങ്ങുമ്പോൾ ഒരു ഈ ഗിറ്റാറിൻ്റെ രീതിയിൽ ഷേപ്പിലുള്ള ഷേഡോ കാണും. അതുവരെ അവൻ മ്യൂസിക് പ്ലേ ചെയ്യണമെന്ന് വിചാരിച്ച് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അത്രയ്ക്ക് വട്ടായി മാറിയിട്ടുണ്ട് അവൻ ഈ ഗിറ്റാർ മ്യൂസിക് എന്ന് പറയുന്ന കാര്യം. അങ്ങനെ ആ മ്യൂസിക്കിൻ്റെ ഓണർ, ആ മ്യൂസിക് ഗിറ്റാറിൻ്റെ ഓണറിൻ്റെ അടുത്താണെങ്കിൽ നല്ല രീതിയിൽ ഇവൻ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങേരും വിചാരിക്കുന്നുണ്ട്, ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇവൻ ഇത്ര നന്നായി അടിപൊളിയായിട്ട് പഠിച്ചോ എന്നുള്ള രീതി വിചാരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇന്ന ഈ ടൈപ്പ് റെക്കോർഡിൽ കാണുന്ന ഈ വോയിസ് കേട്ടിട്ട് ഇതിന് വേണ്ടിയിട്ട് നീ മ്യൂസിക് ഉണ്ടാക്കുക, കറക്റ്റ് അടിപൊളിയായിട്ട് ഇതിന് വേണ്ടി പറ്റുന്ന
രീതി മ്യൂസിക് ഉണ്ടാക്കി നീ എനിക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ ഇരിക്കുന്ന ആ ഇലക്ട്രിക് ഗിറ്റാറില്ലേ, നിനക്ക് അത് വേണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം, അത് ഞാൻ നിനക്ക് സ്വന്തമായിട്ട് തരും. അപ്പം സത്യമായിട്ട് തരുമോ എന്നുള്ള രീതിയിൽ അവൻ അന്തം വിട്ട് ചോദിക്കേണ്ടത്. ഞാൻ സത്യമായിട്ടും തരും, പക്ഷേ നീ ഇത് നന്നായി അടിപൊളിയായിട്ട് മികച്ച രീതിയിൽ ചെയ്യണം, എന്നാൽ മാത്രമേ ഞാൻ തരത്തുള്ളൂ എന്ന് പറയാം. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ടേപ്പ് റെക്കോർഡിലുള്ള ഓഡിയോ ആരുടേതാ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ അത് എനിക്ക് പോലും അറിയത്തില്ല, അത് അങ്ങനത്തെ ആൾ ഈ ലോകത്തുണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല, അങ്ങനത്തെ ഒരാളുടെ ഓഡിയോ ആണ് എന്നുള്ള രീതിയിൽ അവൻ പറയും. അപ്പോൾ ശരി, ഞാനിതെല്ലാം ചെയ്ത് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ആ ടേപ്പ് റെക്കോർഡും എടുത്തിട്ട് അവൻ വീട്ടിലേക്ക് ഓടിപ്പോകും. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗൈസ്, എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡൊക്കെ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ പല സീരീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യാതിരിക്കത്തില്ല. പിന്നെ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, അടുത്ത എപ്പിസോഡായിട്ട് വേഗം വരുന്നതായിരിക്കും.